അത് പറഞ്ഞപ്പോഴേ ഒരു പയ്യ എനിക്ക് കത്തയച്ചു ഗൈസ്. ഞാൻ കുറെ നാളായിട്ട് ഞാൻ വായിച്ചില്ല. ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് കിട്ടിയത്. ഒരു പയ്യൻ അയച്ച കത്താ എനിക്കിന്നത്. പ്രിയപ്പെട്ട വാസുണ്ണന് ഡിസ്ക്ലൈമർ. താഴെ പറയുന്നത് തികച്ചും യാദർശികമോ എഴുത്തുകാരന്റെ ഭാവനയിൽ ഒഴിഞ്ഞ വാക്ക് കിട്ടിയില്ല. വന്നതോ അല്ല, 4-5 വർഷമായി മനസ്സിൽ കൊണ്ടു നടന്ന് സ്വപ്നം കണ്ടതും ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞതുമായിട്ടുള്ളതാണ്. എൻ്റെ ഇമോഷൻസ് ആൻഡ് ഫ്രീക്വൻസി ആയിരിക്കണമെന്ന് ചേട്ടൻ ഈ കത്ത് വായിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ മനസ്സിൽ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതും സ്വപ്നം കണ്ടതുമെല്ലാം ഇപ്പോൾ ചേട്ടൻ്റെ കയ്യിലുണ്ട്. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. വീട്ടിൽ എന്തോ വഴക്കൊക്കെ ആയപ്പോൾ ഫുൾ സീനായിട്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് അണ്ണൻ്റെ വീഡിയോ സജഷനിൽ വരുന്നത്. എന്നൊക്കെ പറയാനാണ് ഇരുന്നത്. പക്ഷേ സംഭവം അങ്ങനെയൊന്നുമല്ല. പതിവ് പോലെ വീട്ടിലൊരു പണിയില്ലാതെ കാസ്ട്രോൻ്റെ മോട്ടിവേഷണൽ വീഡിയോ ബൈ വാർമോസ് കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കാർലോ വേഴ്സസ് വാസു എന്നൊരു വീഡിയോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞെക്കി. പിന്നെ നടന്നത് ചരിത്രം. സംഭവം GT ആണെന്ന് മനസ്സിലായി. അമ്മക്കുട്ടിയെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ കാർലോയെ അടിക്കാൻ പോകുന്ന വാസു വഴിയിൽ വെച്ച് ബാബു നമ്പൂതിരിയെ കാണുന്നു. എല്ലാരും കൂടി ചെല്ലുന്നു. വാ നിറച്ച് അടി കിട്ടുന്നു. വാസു അണ്ണനും എല്ലാവരും കൂടി വഴി പെട്ടെന്ന്. അങ്ങനെ വൻ സീൻ. സത്യം പറയാലോ, സാധനം പെരുത്ത് ഇഷ്ടമായി. എന്താ ഇത്, എത്ര പേജ്? സീൻ 3 TND അടിമാവോ? വെക്കേഷൻ അല്ലേ അന്ന് തൊട്ട് അടിമ അല്ലെങ്കിൽ അഡിക്റ്റഡ് റെഗുലർ വ്യൂവറായി. അങ്ങനെയാണ് ഞാൻ ആ ഫാമിലിയെ കുറിച്ച് അറിയുന്നത്. ചന്ദ്രനും സരക്കും ബാബുവും കീരിപ്പുണ്ടയും ടെക്കിയും ബുള്ളറ്റും എല്ലാവരും ഉള്ള ദാറ്റ് ഗ്രേറ്റ് ബ്രദർഹുഡ്. ഇറ്റ്സ് TV. അവൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടാ ഇതിനകത്ത്. ഹലോ എടാ, വണ്ടിക്കകത്ത് ഹലോ, ഈ വണ്ടിക്കകത്ത് ഇടിക്കല്ലേ, ഞാൻ ചത്തു ഇടിക്കല്ലേ. വണ്ടി ഇവിടെ കൊണ്ടിട്ടോ ബാബുസേട്ട് റേഡിയോ പോലും കയറാണ്ട് വണ്ടി കൊണ്ട് മറച്ചിട്ടിട്ട് വന്ന് ചോദിക്കണം കട്ടിപ്പുറത്ത്. ആഫ്റ്റർ ഓൾ എൻജോയ്ഡ് ദാറ്റ് ബ്രദർഹുഡ്. അതർ ദാൻ ബാക്കിയെല്ലാം ഐ ഫെൽ ലൈക്ക് ഇവരെയൊക്കെ ഞാൻ ബ്രദേഴ്സ് ആയിട്ടാണ് കണ്ടിരുന്നെങ്കിൽ. സീൻ 4. ഐ ആം ക്രേസി അബൌട്ട് യു. ബ്രദർഹുഡ് മെയിൻ ലീഡർ ജോക്കി ഇനാക്റ്റീവ്. സെക്കൻഡ് മെയിൻ ലീഡർ പരുന്ത് വാസു. എൻ്റെ അണ്ണ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു 1.5 മുതലാണ്. എനിക്കൊന്നും പറയാനില്ല അണ്ണാ നിങ്ങളെക്കുറിച്ച്. നിങ്ങളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ എൻ്റെ അണ്ണ, നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. റോൾ മോഡൽ ഫോർ എ റീസൺ. അന്ന് എൻ്റെ പ്ലാസ്റ്റിക് ചെയറിലിരുന്നാണ് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഏത് ലെവലിൽ നിന്നുള്ളപ്പോൾ ആ ലൈവ് എത്തിയെങ്കിൽ അണ്ണ യു ആർ ജസ്റ്റ് സീ. ഒന്നും പറയാനില്ല അണ്ണ. ദ ഓണർ ഗെയിം എക്സ്പീരിയൻസ് സ്റ്റുഡിയോ ഇൻ KL. അസത്യമല്ലേ എടാ? ഇടിക്കുക എടാ ചന്ത. അത് ശരിയാട്ടാ, അത് ശരിയാ. നമ്മള് പ്ലാസ്റ്റിക് കസേരയിലാണ് തുടങ്ങിയത്. സീൻ 5. പാൽപായസം പാലായനം. ഡ്യൂ ടു അമിതമായ അഡിക്ഷന് അണ്ണനോടുള്ള ഇഷ്ടം എനിക്ക് ബ്രദർഹുഡിൽ എത്രയും വേഗം ജോയിൻ ചെയ്യണമെന്ന് തോന്നി. ഇത് റിക്രൂട്ട്മെന്റിലോട്ടാണ് കേട്ടോ ഈ കത്ത്. എന്നാൽ അത് എങ്ങനെയാണെന്നോ എന്തുവാണെന്നോ ഒന്നും അറിയില്ല. റെഗുലർ വ്യൂവർ ആയതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി. GTA 5 ആണ് സാധനം, അത് മനസ്സിലായി. ആരെ കൊന്നിട്ടാണെങ്കിലും GTA 5 ഒപ്പിക്കണം. ഓക്കെ, ഇവനിപ്പോൾ ജയിലിൽ നിന്നാണ് ഇപ്പോൾ ഈ കത്തയക്കണത്. ഒരു സംശയമില്ല കേട്ടാ. ഒരു 25,000 രൂപയുടെ തട്ടിക്കൂട്ട് കമ്പ്യൂട്ടറിൽ GTA 5 സാൻ ആൻഡ്രിയാസും വൈസ് സിറ്റിയും അതും സ്കൂളിലെ ചേട്ടന്മാരോട് പറഞ്ഞു തരുന്ന ചീറ്റ് കോഡ് ബുക്കിലൊക്കെ നിരത്തി എഴുതി വീട്ടിൽ വന്ന് അടിച്ചു നിരത്തി ഓരോ മിഷൻസും പുഷ്പം പോലെ കംപ്ലീറ്റ് ആക്കി റെസ്പെക്ട് പ്ലസ് അടിച്ചുകൊണ്ടിരുന്ന എൻ്റെ മുമ്പിലേക്ക് ചീറ്റ് കോഡൊന്നും ഇല്ലാതെ വന്നു വീണൊരു മിഷനായിരുന്നു അത്. വീട്ടിൽ അന്വേഷിച്ചു. ഒരുപാട് കടങ്ങളായ കടകൾ കയറി ഇറങ്ങി. ഒരു പ്രാന്തനെ പോലെ സംഭവം അങ്ങനെയൊന്നും കിട്ടുന്നതല്ല. അത്യാവശ്യം പൈസ പൊട്ടുന്ന ഏർപ്പാടാണെന്ന് മനസ്സിലായി. സീൻ 7. വാസു അണ്ണന്റെ വാക്കുകൾ. കസ്തൂരി ഏണ സാഹിബിന്റെ ലൈവ് ആണെന്നുണ്ട്. ഇപ്പോഴുള്ള തെറിയുടെ റെക്കോർഡിംഗ് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സീൻ 7. വാസു അണ്ണന്റെ വാക്കുകൾ. അങ്ങനെ ഒരു ദിവസം വാസു അണ്ണന്റെ ഡിസ്കോർഡ് റോൾ സെക്ഷനിൽ ഒരു പയ്യൻ GTA സാൻ ആൻഡ്രിയാസിന്റെ ഗെയിം പ്ലേ ഇട്ടേക്കുന്നു. ആ പയ്യന്റെ ഗെയിം പ്ലേ കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു, എടാ മോനെ നിനക്കൊരു GTA 5 വാങ്ങിത്തരാം, നീ മെയിൽ അയച്ചാൽ മതി. അണ്ണാ സത്യം പറയാലോ, എനിക്കിത് കേട്ടപ്പോൾ ഈഗോ അടിച്ച് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓണാക്കി. അതാണ് കോമഡി. കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റില്ല. അതുമല്ല മോണിറ്ററിൽ ഒരു മുതുക്ക് ലൈനും ഉണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ഗെയിം പ്ലേ ഫുള്ള് റെക്കോർഡാക്കി കംപ്രസ് ചെയ്ത് ചേട്ടന് മെയിൽ അയച്ചു.
സീൻ 8 കാത്തിരിപ്പിന്റെ നാളുകൾ. അന്ന് മുതൽ അണ്ണാ സത്യം പറയാമല്ലോ, ഞാൻ ജിമെയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. റിപ്ലൈ വന്നോ. എവിടെ നിന്ന് ലാസ്റ്റ് പ്രതീക്ഷയെല്ലാം കൈവിട്ടാണ് സരക്കണ്ണന്റെ കാര്യം ഓർമ്മ വന്നത്. ഒരു ടൈമിൽ സരക്കണ്ണൻ എനിക്ക് ഇൻസ്റ്റയിൽ റിപ്ലൈ ഒക്കെ തരുമായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ റിബൽ ബ്രോയ്ക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യം പറഞ്ഞു. റിബൽ ബ്രോ ഓക്കേടാ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ അണ്ണൻ്റെ ലൈവ് ഒക്കെ എടുത്ത് നോക്കും, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാൻ. ബസ് നോ അപ്ഡേറ്റ്. അങ്ങനെ ഞാൻ ഓർത്ത് കത്തെഴുതി അണ്ണനെ അറിയിക്കാമെന്ന്. അങ്ങനെ കത്തൊക്കെ എഴുതി സെറ്റാക്കിയപ്പോഴാണ് അയക്കാൻ അഡ്രസ്സ് ഇല്ല. അങ്ങനെ ഞാൻ ഷിബിൻ ബ്രോയോട് ചോദിച്ചു. ബട്ട് ഷിബിൻ ബ്രോയ്ക്ക് അറിയില്ല. എന്നോട് ഡെൽറ്റയോട് ചോദിക്കാൻ പറഞ്ഞു. ഡെൽറ്റ പറഞ്ഞു റിവീൽഡ് അല്ല എന്നൊക്കെ. എഗെയിൻ ഹോപ്പ് ലോസ്റ്റ്. എന്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ ചെയ്തു. നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ നീ ഒരു അഡ്രസ്സ് സെറ്റ് ചെയ്തത് എന്റെയാ? പരുന്തു അസു പത്തനംതിട്ട കൂടുതലാ. എല്ലാരും വാറ് വിളിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് കഴിയുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അതാണ് പറഞ്ഞ ഇത് ടൈം വേസ്റ്റ് നമ്മളോട് നിൽക്കണേ. ഇങ്ങനെ ചെയ്യുന്ന അറിയാലോ. വാറ് സീൻ 9 ടെക്കി എന്ന ദൂതൻ. ആ ടൈമിലാണ് ടെക്കി RPയിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളൊക്കെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇടുന്നത്. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. പിന്നെ റിബൽ ബ്രോയും ഷിബിൻ ബ്രോയും ഒക്കെ വൈറ്റ് എടുക്കാൻ സഹായിച്ചു. ഇതിന് വേണ്ടിയാണ് GTA 5. അങ്ങനെ ഞാനൊരു കത്ത് ഈഗിൾ ബ്രോയെ മെൻഷൻ ആക്കി സ്റ്റോറി ഇട്ടു. അപ്പൊ അണ്ണ റിപ്ലൈ തന്നു. ഞാൻ പറഞ്ഞു അണ്ണാ മെയിൽ അയച്ചിട്ടുണ്ടെന്ന് കത്ത്. പിന്നെ ഞാൻ ടെക്കി ബ്രോയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. ടെക്കി ബ്രോ അത് ഗ്രൂപ്പിൽ ഇട്ടെന്നും പറഞ്ഞു. സീൻ നമ്പർ 10 സമ്പർക്കം. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അണ്ണൻ്റെ നമ്പർ അതിലിട്ടത്. സ്പോട്ടിൽ ഞാനത് സേവ് ആക്കി. ആദ്യമൊക്കെ മെസ്സേജ് ഇടാൻ പേടിയായിരുന്നു. ആ ടൈമിലാണ് അണ്ണൻ സ്വിഫ്റ്റ് കാർ ഗിഫ്റ്റ് കൊടുക്കാൻ പോയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അണ്ണൻ അയച്ചു. റിപ്ലൈ വന്നു. എൻ്റെ പൊന്നോ കിളി പോയി. ആ വോയിസ് ഞാൻ സേവ് ചെയ്ത് വെച്ചു. പിന്നെ ഓരോ ലൈവ് കഴിയുമ്പോഴും ഞാൻ ഫീഡ്ബാക്ക് ഓടി വന്നിടുമായിരുന്നു. അണ്ണൻ അതിന് റിപ്ലൈ തന്നു. സീൻ നമ്പർ 2 റിയൽ ലൈഫിലും സ്വപ്നവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ നമ്പർ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാനിരിക്കാനും പറ്റാത്ത അവസ്ഥ. സൈമൻസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ എന്തൊക്കെയോ ചെയ്തു. എടാ ഇവ സാഹിത്യകാരനാണ് അവൻ. ചില സമയത്ത് അഡിക്ഷൻ പീക്കിൽ എത്തുമ്പോൾ നിർത്തി ഞാൻ മെസ്സേജ് ഇടും. അങ്ങനെ 2 കൽപ്പിച്ച് ഞാൻ വിളിച്ചു. ടെൻഷൻ എന്താന്ന് പറഞ്ഞാൽ അയ്യോ ബട്ട് ഫോൺ എടുത്തില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അണ്ണൻ്റെ ലെറ്റർ വായിച്ചിട്ട് റിപ്ലൈ തന്നു. പേരൻസിൻ്റെ സമ്മതം ഇല്ലാതെ എനിക്ക് വാങ്ങിത്തരാൻ പറ്റില്ല എന്ന്. ഓക്കെ ഞാനത് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പേരൻസിൻ്റെ സമ്മതം ഇല്ലാതെ അങ്ങനെ ഞാൻ അമ്മയോടൊരു വോയിസ് സമ്മതം അയപ്പിച്ചു. ബട്ട് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. അത് ഞാൻ കണ്ടില്ലടാ. അങ്ങനെ ഞാൻ അണ്ണനെ വിളിച്ചു, കട്ടാക്കി. 2ാമത് വിളിച്ചു. അണ്ണൻ ടാറ്റു സെൻറ്ററിലായിരുന്നു. ചേട്ടൻ കോൾ എടുത്തിട്ട് കുറച്ച് റൈസായിട്ട് കാര്യം പറഞ്ഞു, കട്ട് ചെയ്തു. എൻ്റെ അളിയ ആ ടൈമിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. മൈൻഡ് ഫുള്ള് ബ്ലാങ്കായി, വല്ലാത്ത വിഷമം. മൊത്തത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. തെറ്റെൻ്റെ ഭാഗത്താണ്. സത്യം പറയല്ല ചേട്ടാ, വരെ തോന്നി. അത് നീ സ്പാം കോൾ വിളിച്ചോണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. നിന്നെ വരെ തോന്നി. ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾ എങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കോമഡി ഇതൊന്നും അല്ല. അന്ന് രാത്രി ഞാൻ ടെൻഡാക്സിൻ്റെ സാഡ് മോഡ് പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് കേട്ടാണ് ഇരുന്നത്. ആ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അണ്ണൻ ഒരു രാജമല്ലി വിടരുന്ന പോലെ സുവ RPF എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എടാ ഇവൻ എന്താടാ ഇവിടുന്ന് എങ്ങോട്ടാണടാ പോണേ? എൻ്റെ കിളി പോയി. ലൈവ് ഇത്രയും അടുത്ത് ആദ്യമായിട്ടല്ലേ കാണുന്നത്. എനിക്കൊന്നും സംസാരിക്കാനും പറ്റിയില്ല. സ്പോട്ടിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു. അതുപോലെ ചന്ദ്രൻ്റെ അടുത്തും രാണൻ്റെ അടുത്തും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സീൻ അല്ല, കഥ എവിടെ ഒത്തിരി മുന്നിലോട്ട് പോയി കഥ. അല്ലല്ല, അത് കഴിഞ്ഞിട്ടാ. പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. എനിക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ടായി. എനിക്ക് പഴയതുപോലെ റെഗുലർ ആയിട്ട് സ്ട്രീം കാണാൻ പറ്റിയില്ല. ബട്ട് സ്കൂളിൽ പോയിട്ട് വന്നിരുന്ന് ഞാൻ കാണുമായിരുന്നു. അന്ന് ഞാൻ ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടനെ കാണണം, മനസ്സിലോട്ട് സംസാരിക്കണം, കൈ നിറയെ ഒരു ഹഗ് തരണം. സീൻ നമ്പർ 12 ചവിട്ടിപ്പടി. അങ്ങനെ +2 ടൈമിൽ നല്ല മാർക്കൊക്കെ വാങ്ങി PC ഒക്കെ ബിൽഡ് ചെയ്തു. ആ ടൈമിൽ നിങ്ങൾ എക്സ്ലാൻഡിസിൽ സെർവറിൽ കയറി. അങ്ങനെ ഞാനും എക്സ്ലാൻഡിസിൽ കയറി. ചേട്ടാ ഞാനേ കണ്ടുള്ളൂ. എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം TV ഗ്യാങ്സ്. എനിക്ക് ആ ബ്രദർഹുഡ് അത്രയ്ക്കും ഇഷ്ടമാണ്. ആ പഴയ ഗ്യാങ്സിലെ ജോക്കി, വാസു, സരക്ക്, ഗിരി, ബാബു, ടെക്കി, ബുള്ളറ്റ്, രായൻ, ചന്ദ്രൻ. സീൻ 13 അപ്പം ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. ചേട്ടാ എൻ്റെ ചന്ദ്രൻ്റെ ബ്ലാക്ക് മാഫിയയിൽ ജോയിൻ ആയി. എൻ്റെ കൂടെ RP കളിക്കുന്ന ഒരു പയ്യൻ വഴി കയറിയതാ. അണ്ണാ കൺഗ്രാലേഷൻസ് വെറുതെ ഇരട്ടി മധുരം. ഞാൻ സിറ്റിയിൽ കയറിയിട്ട്
ടി വി അണ്ണനോട് പറയാനുള്ള വിശ്വസ് അറിയിച്ചു. ഒരുപാട് വിശ്വസ് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അണ്ണ എല്ലാവർക്കും സുഖമാണോ അണ്ണ? ഇന്ന് രായണ്ണന്റെ വീഡിയോ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ബ്ലാക്ക് മാഫിയിലുള്ള എല്ലാവരും വെൽക്കം ചെയ്യാൻ ഫുള്ള് കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. എൻ്റെ അണ്ണ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ നടന്നു വരുന്നു. നോക്കിയപ്പോൾ സരക്കണ്ണൻ. എൻ്റെ അണ്ണ എൻ്റെ കിളി പോയി. ലൈക്ക് ഇത്രയും അടുത്ത് ആദ്യമായിട്ടല്ലേ കാണുന്നത്. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. സ്പോട്ടിൽ തന്നെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു. ഇതുപോലെ ചന്ദ്രൻ്റെ അടുത്തും രായണൻ്റെ അടുത്തും നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സീൻ 14 മുതുക്ക് ഈഗോ പ്ലസ് പൊസസീവ്നെസ്. എനിക്കൊരു ബ്രദർഹുഡ് ഒരുപാട് ഇഷ്ടമാണ് അണ്ണ. ബോബൊക്കെ അണ്ണൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തത് അണ്ണനോട് ഇത്രയും ക്ലോസ് ആയി കമ്പനി ആയിരിക്കുന്നത് കാണുമ്പോൾ സത്യം പറയാമല്ലോ നല്ല ഈഗോ അടിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ്. ബോബിനെ പറഞ്ഞതല്ല, ഞാൻ ഇടയ്ക്ക് ആലോചിക്കുകയാണ് പത്തനംതിട്ട ബസ് കാണുമ്പോൾ കയറി വന്നാലോ ഒന്ന്. ബട്ട് എന്നാലും ഞാൻ അണ്ണൻ്റെ വീട്ടിൽ നിന്ന് അഡ്രസ്സ് ഇല്ല, അണ്ണൻ എന്നെ അറിയത്തുമില്ല, ആരുമില്ല. വരുമ്പോൾ അണ്ണൻ ഞാൻ എൻ്റെ കയ്യിൽ തരാനും ഒന്നുമില്ല. വരയ്ക്കാൻ അറിയാമായിരുന്നു എങ്കിൽ അതെങ്കിലും ചെയ്തു തരാമായിരുന്നു. എൻ്റെ കയ്യിൽ ആകെ തരാനുള്ളത് കുറച്ച് ഓർമ്മകൾ മാത്രമാണെന്ന്. സീൻ നമ്പർ 15. ചേട്ടാ ഈ കത്ത് ഹലോ അതില് ലാസ്റ്റ് അവന്റെ അഡ്രസ്സും പേര് പറയണ്ട, അത് വായിക്കില്ലെന്ന് പറഞ്ഞത്. ഇല്ല പേര് റിവീൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇല്ല പറയത്തില്ല. ചേട്ടാ ഈ ലോകത്ത് കത്ത് ചേട്ടൻ്റെ കയ്യിൽ എത്തുമോ? ചേട്ടാ ഈ കത്ത് ചേട്ടൻ്റെ കയ്യിൽ എത്തുമോ എന്നാലും എനിക്കറിയില്ല. എന്നാലും ഞാൻ വിനീത് ബ്രോനോട് അഡ്രസ്സ് ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ ചേട്ടാ, നമ്മൾ മനസ്സിൽ ഒരുപാടായിട്ട് കൊണ്ട് നടക്കണം. മുഴുവനും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മൈൻഡ്ഫുൾ MD ആയ ഫീൽ ഉണ്ടല്ലോ. ലൈക്ക് എല്ലാം പോയി, ലൈക്ക് ദ സോൾ ലെഫ്റ്റ് ദ ബോഡി, ആ ഒരു ഫീല്. സീൻ നമ്പർ 16 കുറ്റസമ്മതം. ഈ കത്തിലൂടെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ വാക്കാൽ നോക്കുകയോ ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വാസുണ്ണ സോറി അണ്ണ, ടാറ്റു അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കത്ത് മുഴുവൻ വായിച്ചതിൽ വാസുണ്ണൻ ആൻഡ് കമ്പനിയോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇങ്ങനെ ഒരു പരിപാടിക്ക് ചുക്കാൻ പിടിച്ച് കൂടെ നിന്ന് എല്ലാവർക്കും എൻ്റെ നന്ദി. പ്രത്യേകിച്ച് സ്പോട്ടിഫൈ YT മ്യൂസിക്. അമ്മോ, അണ്ണാനും ചേച്ചിക്കും വാവയ്ക്കും വീഗിളിനും എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ചേട്ടാ എൻ്റെ പേര് പുറത്ത് പറയരുത്. മൊബൈൽ നമ്പർ തിരുവനന്തപുരം വെഞ്ഞാറമൂട്. ഹൃദയം നിറഞ്ഞ നന്ദി. അയ്യോ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഇത്രയും 1 2 3 4 ആദ്യമായിട്ടാണ് കുറേ നാൾക്ക് ശേഷം ഒരു കത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇതാണ്. ഞാൻ ഉറപ്പായിട്ടും നിന്നെ ലൈവ് ആയിട്ട് ഈ നമ്പറിൽ വിളിക്കുന്നതായിരിക്കും. അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. എടാ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് നീ അന്ന് ഞാൻ പറഞ്ഞില്ലേ എടാ, ഞാൻ ഈ കണ്ടിന്യൂസ് സ്പാം കോൾ വരുന്നത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇരിക്കുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ അന്നേരം എന്നുള്ള ഇതിൽ പറയണത് അത് നീ കാര്യമായിട്ട് എടുക്കേണ്ട. താങ്ക് യു, ഇറ്റ് മീൻസ് എ ലോട്ട്. ഒരുപാട് സന്തോഷം. എന്തൊരു നീ അത് എന്നിട്ടും നീ ഞാനന്ന് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ കോട്ടയത്തും ചട്ടിയിൽ നിന്നും വിളിച്ച് വേറെ പോയില്ലല്ലോടാ. അത് തന്നെ എനിക്ക് നിന്നോടുള്ള റെസ്പെക്ട്. അത് പറയാതിരിക്കാൻ വയ്യല്ലോ. ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നീ നിന്നോണ്ട് അത് തന്നെ വലിയ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഞാൻ നിന്നെ വിളിച്ച് സംസാരിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. താങ്ക് യു.